നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാണ്ഡ്യയ്ക്ക് നിർണായകം. IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള മത്സരം മഴ കാരണം ഉപേക്ഷിച്ചു. 13 മത്സരങ്ങളിൽ നിന്ന് 15 പോയിന്റുമായി ഹൈദരാബാദ് പ്ലേ ഓഫിലേക്ക് കടന്നു. ടീം ഉടമയായ കാവ്യ മാരന് സന്തോഷം. IPL പ്ലേ ഓഫ് ചിത്രം തെളിയുകയാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് സൺറൈസേഴ്സ് ഹൈദരാബാദും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള മത്സരം മഴ കാരണം ഉപേക്ഷിച്ചു. ഹൈദരാബാദ് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ നടക്കാനിരുന്ന മത്സരം കനത്ത മഴ കാരണം ഒരു പന്ത് പോലും എറിയാൻ കഴിയാതെയാണ് ഉപേക്ഷിച്ചത്. ഇരു ടീമുകൾക്കും ഓരോ പോയിന്റ് വീതം ലഭിച്ചു. ഇതോടെ 13 മത്സരങ്ങളിൽ നിന്ന് 15 പോയിന്റുമായി ഹൈദരാബാദ് പ്ലേ ഓഫിലേക്ക് കടന്നു. നിലവിൽ പോയിന്റ് പട്ടികയിൽ ചെന്നൈയെ മറികടന്ന 3-ാം സ്ഥാനത്താണ് ഹൈദരാബാദ്. ഗുജറാത്ത് നേരത്തെ തന്നെ പ്ലേ ഓഫിൽ നിന്ന് പുറത്തായിരുന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള ഗുജറാത്തിന്റെ കഴിഞ്ഞ മത്സരവും മഴ കാരണം ഉപേക്ഷിച്ചതോടെയാണ് ഗുജറാത്ത് പുറത്തായത്. ഹൈദരാബാദ് പ്ലേ ഓഫിൽ കടന്നതോടെ കാവ്യ മാരനും ചർച്ചയാകുന്നു. IPL ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഫ്രാഞ്ചൈസി ഉടമകളിൽ ഒരാളാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഉടമ കാവ്യ മാരൻ. ചെന്നൈയിൽ ജനിച്ച കാവ്യ മാരൻ MBA ബിരുദധാരിയാണ്. കാവേരി മാരന്റെയും കലാനിധി മാരന്റെയും മകളായ ഈ 30-കാരി സൺ ഗ്രൂപ്പ് ബിസിനസ്സുകളിൽ ഇടപെട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പ്രധാനമായും സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ മേൽനോട്ടവും കാവ്യയ്ക്കാണ്. കടുത്ത ക്രിക്കറ്റ് ആരാധികയാണ് കാവ്യ മാരൻ. കുട്ടിക്കാലം മുതൽ ക്രിക്കറ്റ് മത്സരങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന കാവ്യ മാരൻ സൺറൈസേഴ്സിന്റെ മത്സരങ്ങളിൽ സ്ഥിര സാന്നിധ്യവുമാണ്. ഇന്ത്യയിലെ ഏറ്റവും അധികം ധനികയായ ബിസിനസ്സുകാരിയാണ് കാവ്യയുടെ അമ്മ കാവേരി മാരൻ അറിയപ്പെടുന്നത്. ഏഷ്യയിലെ തന്നെ പ്രശസ്തമായ മാധ്യമ ശൃംഖലയായ സൺ നെറ്റ്വർക്കിന്റെ ഉടമസ്ഥരാണ് മാരൻ കുടുംബം. കാവ്യയുടെ മുത്തച്ഛൻ മുരശൈലി മാരാർ കേന്ദ്ര വാണിജ്യ മന്ത്രിയായിരുന്നു. കാവ്യയുടെ പിതാവ് കലാനിധി മാരൻ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി M കരുണാനിധിയുടെ മരുമകനും ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ മന്ത്രിയുമായ ദയാനിധി മാരന്റെ സഹോദരനുമാണ്. അതേസമയം ഹാർദിക് പാണ്ഡ്യയെ 2020 ലോകകപ്പ് ടീമിൽ കളിപ്പിക്കുന്നതിന് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കും ചീഫ് സെലക്ടർ അജിത് അഗാർക്കറിനും യാതൊരു താൽപര്യവുമില്ലായിരുന്നുവെന്ന് വിവരം. പുറത്തുനിന്നുള്ള സമ്മർദ്ദം കാരണമാണ് പാണ്ഡ്യയെ 2020 ലോകകപ്പിനുള്ള ടീമിൽ ഉൾപ്പെടുത്തിയതെന്ന് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. 2020 ലോകകപ്പ് ടീമിനെ തെരഞ്ഞെടുക്കാൻ അഹമ്മദാബാദിൽ നടന്ന യോഗത്തിലാണ് പാണ്ഡ്യയെ ടീമിൽ വേണ്ടെന്ന് രോഹിത് ശർമ്മയും അഗാർക്കറും നിലപാടെടുത്തത്. സെലക്ഷൻ പാനലിലെ അംഗങ്ങളും ഈ നിലപാടിനെ പിന്തുണച്ചിരുന്നു. എന്നാൽ ഒരു ബാഹ്യശക്തിയുടെ സാന്നിധ്യമാണ് പാണ്ഡ്യയ്ക്ക് ടീമിലെ സ്ഥാനം ഉറപ്പാക്കിയതെന്ന് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. വൈസ് ക്യാപ്റ്റനായാണ് പാണ്ഡ്യ ലോകകപ്പ് ടീമിലെത്തിയത്. 15-അംഗ ലോകകപ്പ് ടീമിൽ എടുത്തെങ്കിലും ഹാർദിക് പാണ്ഡ്യയ്ക്ക് പ്ലേയിംഗ് 11-ൽ സ്ഥാനം ഉറപ്പാകില്ല. ബാറ്റിംഗിൽ മികച്ച ഫോമിലുള്ള ചെന്നൈ സൂപ്പർ കിങ്സ് താരം ശിവം ദുബെ പാണ്ഡ്യയ്ക്ക് വെല്ലുവിളിയായി ടീമിലുണ്ട്. പരിശീലനത്തിനും സന്നാഹ മത്സരത്തിനും ശിവം ദുബെ മികവ് തെളിയിച്ച പാണ്ഡ്യയെ മറികടന്ന് ശിവം ദുബെ പ്ലേയിംഗ് 11-ലെത്താൻ സാധ്യതയുണ്ട്. പാണ്ഡ്യയെ എല്ലാ മത്സരങ്ങളിലും കളിപ്പിക്കുന്ന കാര്യം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ പരിഗണനയിലില്ല. IPL മോശം ഫോമിലുള്ള താരം ലോകകപ്പിലും നിരാശപ്പെടുത്തിയാൽ ടീമിന് പുറത്താകും സ്ഥാനം. ലോകകപ്പിന് ശേഷം രോഹിത് ശർമ്മ 2020 ഫോർമാറ്റിൽ നിന്ന് വിരമിക്കാൻ സാധ്യതയുണ്ട്. ഏകദിന ടെസ്റ്റ് ക്രിക്കറ്റുകളിൽ മാത്രം രോഹിത് തുടർന്നും കളിക്കും. ജൂൺ 5-ന് അയർലാൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ ലോകകപ്പ് പോരാട്ടം. ഗ്രൂപ്പ് എയിൽ ഇന്ത്യയുടെ 3 മത്സരങ്ങളും ന്യൂയോർക്കിലാണ് നടക്കേണ്ടത്. ജൂൺ 9-ന് നടക്കുന്ന ഇന്ത്യ-പാകിസ്ഥാൻ പോരാട്ടവും ന്യൂയോർക്കിലാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ അവസാന മത്സരത്തിൽ ഫ്ലോറിഡയിൽ വെച്ചാണ് ഇന്ത്യ-കാനഡ പോരാട്ടം.